എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഷോർട്സിൽ യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ഇതുപോലത്തെ ഒരു കോഴിമുട്ട എടുത്തതിന് ശേഷം അതിനെ ട്രാൻസ്പെറൻറ്റ്, അതായത് ഉള്ളിലേക്ക് കാണുന്ന രീതിയിൽ കണ്ണാടി പോലെ, അതായത് അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞയും അതുപോലെ തന്നെ മഞ്ഞക്കരുവൊക്കെ കറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ ആക്കുന്ന രീതി. അപ്പോൾ ഇതൊരു കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചൊരു സംഭവമായിട്ട് ഇതേപോലെ ഒരു ബീക്കറിൽ നമ്മൾ ഒരു 3 കാടമുട്ടി അതേപോലെ തന്നെ ഒരു കോഴിമുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ പതിയും അതേപോലെ തന്നെ കുമിളകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് പോലെ കണ്ണാടി രൂപത്തിലുള്ള ഒരു കോഴിമുട്ട ആക്കിയെടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇവിടെ സാധാ കോഴിമുട്ട മാത്രമല്ല എടുത്തിരിക്കുന്നത്. സാധാ കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ നാടൻ കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 3 കാടമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാത്തിലും ചെയ്തു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് വിനാഗിരി, അതായത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള സുർക്ക ഉണ്ടല്ലോ, ആ സുർക്ക മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഒരു സാധാ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു കോഴിമുട്ട, അതായത് നമ്മളിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്ന കോഴിമുട്ട ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്ക് മാറ്റി വേറെ ഇടാം കേട്ടോ. മെല്ലെ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇതേപോലെ മെല്ലെ ഇട്ട് കൊടുക്കാം. അതേപോലെ മെല്ലെ വെച്ചിട്ട് പൊട്ടി. ഓക്കെ, നമ്മൾ പതിയെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ വെച്ച് കൊടുക്കുക. ഞാൻ 2 കോഴിമുട്ട ഇട്ട് 2ഉം പൊട്ടിപ്പോയിട്ടോ, അതുകൊണ്ടാണ് പതിയെ വെക്കാറ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വിനാഗിരി, അതായത് സുർക്ക ഒഴിച്ചു കൊടുക്കാം. അത് ഫുള്ളായിട്ട് മൂടി നിൽക്കുന്ന അത്രയും രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സുർക്ക ഒഴിച്ചു കൊടുത്തപ്പം തന്നെ ചെറുതായിട്ടൊരു ചെറിയതായിട്ട് ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുന്നത് കാണാം. അപ്പോൾ അതേപോലെ നമുക്ക് ഏകദേശം ഒരു 48 മണിക്കൂറെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് അതിൻ്റെ തോട് അതിൽ നിന്ന് അലിഞ്ഞ് അതൊരു ട്രാൻസ്പെറൻ്റായി മാറുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് കാടമുട്ട അതുപോലെ തന്നെ സാധാ നോർമൽ നാടൻ കോഴിമുട്ടയുണ്ട്, അതൊക്കെ നമുക്ക് ഇതേപോലെ ഇട്ട് വെക്കാം. നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം. അതിന് ശേഷം നമുക്ക് പിന്നീട് 48 മണിക്കൂറിലേക്ക് പോകട്ടോ. ഓക്കെ, നമ്മൾ ഇത് കറക്റ്റായിട്ട് വിനാഗിരിയിലേക്ക് 3 ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് വീഡിയോയിലൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂർ ഇതുപോലെ വിനാഗിരിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വിനാഗിരിയിലേക്ക് ഇട്ടപ്പം തന്നെ ഒരു റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗം അലിഞ്ഞ് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന കോഴിയെ കറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ വയറിൻ്റെ അകത്ത് ഒരുപാട് മുട്ടകൾ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാറുണ്ട്, അതായത് തോടില്ലാത്തത്. അപ്പോൾ തോടില്ലാത്ത ആ ഒരു രീതിയിലേക്ക് തന്നെ എത്താനാണ് സാധ്യത എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് പിന്നീട് ഒരു 24 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യം 24 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പം ഈ കോഴിമുട്ട എല്ലാം മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കുമിളകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ മുകളിലുള്ള, അതിങ്ങനെ പോന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും നമുക്ക് ഇത് അതിൽ തന്നെ ഇട്ട് വെക്കാം. അപ്പോൾ അത് നമുക്ക് ഇനി 24 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്ത് നോക്കാം. നാടൻ കോഴിമുട്ടയുടെ ഒരു കളർ അറിയില്ലേ, അതായത് ഒരു ചെറിയൊരു റെഡ് കളറായിരിക്കും, റെഡോട് കൂടിയുള്ള ഒരു കളറ്, അത് പോകുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പാടയായിരുന്നു കേട്ടോ ഈ മുകളിൽ പൊങ്ങി നിന്നിരുന്നത്. 24 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതിലാണ് ഏറ്റവും വലിയൊരു മാറ്റം കാണുന്നത്. അതായത് നമ്മുടെ കാടമുട്ട 3 കാടമുട്ടയായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. ആ 3 കാടമുട്ടയുടെ കളറ് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതായിരുന്നു ഫസ്റ്റത്തെ ആ ഒരു ഇടുന്ന ടൈമിലുണ്ടായിരുന്നത്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പുള്ളിയും കാര്യങ്ങളൊക്കെ അല്ലേ തോടിലുണ്ടാകുന്ന, അത് ഫുള്ളായിട്ട് ഇതേപോലെ മുകളിലേക്ക് അങ്ങ് പൊങ്ങി വന്നു കേട്ടോ. ആ തോടാണ് ഈ കാണുന്നത്, അത് ഫുള്ളായിട്ടായിരുന്നു റിമൂവ് ആയി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കാടമുട്ടയിൽ ഏകദേശമൊക്കെ റെഡി ആയത് ഇതാട്ടോ. ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മഞ്ഞ ചെറുതായിട്ട് കാണുന്നുണ്ടാവും. അതായത് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് മുകളിലേക്കും താഴേക്കൊക്കെ പോയി കളിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ കുറേയൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ കണ്ടോ സെൻറ്ററിലൊരു മഞ്ഞ കളറ്, ഇതൊരു ബോൾ പോലെ ആയിട്ടുണ്ട്, റബ്ബർ ബോൾ പോലെ ആയിട്ടുണ്ട്, കണ്ടോ.
ഇതേപോലെ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. മിക്കവാറും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്രയ്ക്ക് അതിൻ്റെ ആ ഒരു ഇത് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഹാർഡായിട്ടുള്ള ആ ഒരു ഭാഗം പോയിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ടുള്ളൊരു ബലൂണിലൊക്കെ വെള്ളം നിറച്ച് എങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ട്രാൻസ്പെറൻ്റ് ആണോ അതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് 24 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം. മിക്കവാറും കാടമുട്ട നമുക്ക് 24 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഏതായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കാം. 24 മണിക്കൂർ കൊണ്ട് കറക്റ്റായിട്ട് ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതെല്ലാം 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 48 മണിക്കൂറിന് ശേഷം നമ്മളിതെല്ലാം ഈ ഒരു വിനാഗിരിയിൽ നിന്ന് എടുത്തു നോക്കുകയാണ്. ഫൈനലി നമ്മൾ 48 മണിക്കൂർ ടോട്ടൽ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടു. അതായത് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ എന്താ അറിയില്ല പൊട്ടി കിടക്കുകയായിരുന്നു. ആദ്യത്തെ നമ്മൾ ആ ഒരു സാധാ കോഴിമുട്ട ഇട്ടത്, പക്ഷേ അത് ഒന്നും ആയിട്ടില്ല. അതായത് അതിൻ്റെ തോട് ഒന്ന് കട്ടി കുറഞ്ഞു എന്നല്ലാതെ അതൊരു ക്ലോത്ത് പോലെ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലെ ആയി എന്നല്ലാതെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിരുന്നത് നാടൻ കോഴിമുട്ടയും അതേപോലെ തന്നെ കാടമുട്ടയാണ്. ഈ നാടൻ കോഴിമുട്ട നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള സംഭവം എല്ലാം പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബോൾ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വാട്ടർ ബലൂൺ രൂപത്തിലായിട്ടുണ്ട്. നന്നായിട്ട് കഴുകുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് പോകുന്നത് കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് ആ യെല്ലോ കാണുന്നത് നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മഞ്ഞ കരുവാണ്. അപ്പോൾ അതേപോലെ കാണുന്നുണ്ട് ഈ ഒരു സൈഡിൽ. അതായത് ഇവിടെ കുറച്ച് കട്ടി കുറവായതുകൊണ്ടായിരിക്കും, പക്ഷേ എങ്കിലും ഫുള്ളായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടില്ല. അതായത് ഒരു മങ്ങിയ രീതിയിൽ ഉള്ളിലേക്ക് ചെറുതായിട്ടൊരു നിയൽ പോലെ കാണുന്നേ ഉള്ളൂ, ഫുള്ളായിട്ട് ഒരിക്കലും ആയിട്ടില്ല. പക്ഷേ നമ്മുടെ കാടമുട്ടയിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് കുറച്ചൊക്കെ കാണുന്ന രീതിയിൽ, അതായത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മഞ്ഞ കളർ കാണുന്നുണ്ട്. എങ്കിലും അത് 100% പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ മറ്റു വീഡിയോയിൽ കാണുന്നത് പോലെ ഒരിക്കലും അത് കറക്റ്റായിട്ട് ആയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് ഞാൻ ഈ ലാസ്റ്റ് ഔട്ട്രോയിൽ പറയാം. പക്ഷേ നമുക്കിതൊരു വെറൈറ്റി ആയിട്ട് ഒരു വാട്ടർ ബലൂൺ പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പന്ത് പോലെ ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ഒരു സംഭവം തന്നെയാണ്. ആ ഒരു റിയാക്ഷനിൽ നമ്മൾ അതിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു ഹാർഡായിട്ടുള്ള സംഭവം എല്ലാം പോയി. അയ്യോ ഇത് പൊട്ടി പോയിട്ട് ജസ്റ്റ് ഇവിടെ ഇട്ടിട്ട് പന്ത് പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി കളിക്കുന്നുണ്ട്, റബ്ബർ പന്ത് പോലെ. അതിൻ്റെ ഇടയ്ക്കൊന്ന് പൊട്ടിപ്പോയി. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിയൊരു സംഭവം കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇത് പൊട്ടിയ സമയത്ത് അതിൻ്റെ പുറത്തുള്ള ആ ഒരു തോട് മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ പിന്നെ ഒരു കോട്ടിങ് ഉണ്ട് പൊട്ടാതെ തന്നെ കിടക്കുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ മഞ്ഞ കറക്റ്റായിട്ട് കാണാമായിരുന്നു. ഈ ഒരു തോടാണ് പൊട്ടിപ്പോയത്. അതുപോലെ തന്നെ ഈ കാണുന്നത് ആ മഞ്ഞയും അതുപോലെ തന്നെ ആ വെള്ളയും കൂടി കൂടിയതാട്ടോ. രണ്ടാമത് പിന്നെ ഒരു തോട് കാണാനുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുമായിരുന്നു. അത്രയും ഉള്ളിലേക്ക് അതിങ്ങനെ റിയാക്ട് ചെയ്ത് പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരിക്കലും പോവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് സംഭവം. അതേപോലെ തന്നെ നമ്മുടെ കോഴിമുട്ട ഒരു ബോൾ രൂപത്തിൽ ഒരിക്കലും ട്രാൻസ്പെറൻ്റ് ആയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ആ ഒരു രഹസ്യം എന്താണെന്ന് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇതുപോലത്തെ ഒരു കോഴിമുട്ട എടുത്തതിന് ശേഷം ഒരു സുർക്കയിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതായത് 100% അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്ലാസ് പോലെ കാണാൻ പറ്റില്ല. അത് പക്ക ഫേക്ക് വീഡിയോ ആണ്. സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ കാണും, ഒരുപാട് മില്യൺസ് വ്യൂസ് ഒക്കെ കാണാം. പക്ഷേ അത് ഫേക്ക് ആട്ടോ. കാരണം അത് അവർ ഇങ്ങനെ ഇട്ടതിന് ശേഷം അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഇതിലേക്ക് വിനാഗിരിയിലേക്ക് ഇട്ട് വെക്കും. അതിനുശേഷം ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ഉണ്ട്, മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. അത് അന്ന് ഒരു ടോയ് ആയിട്ട് നമ്മൾ വാങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് സംഭവം അവർ പിന്നെ ഔട്ട് എടുക്കുന്ന സമയത്ത് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ കാണിക്കാം. ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് അവർ ഔട്ട് എടുക്കുന്നത്. അതായത് അതിൻ്റെ വീഡിയോയുടെ അവസാനം കാണിക്കുന്നത്. അതായത് ഒരിക്കലും നമ്മളൊരു ഇതുപോലത്തെ ഒരു കോഴിമുട്ട ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല. പിന്നെ ഇതിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മറ്റൊരു സംഭവം സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു സുർക്കയിലേക്ക് വിനാഗിരിയിലേക്ക് ഇട്ട് വെക്കുന്ന സമയത്ത് ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ അതിൻ്റെ റിയാക്ഷൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് ഇങ്ങനെ പോരുന്നത് കാണാം. അതേപോലെ തന്നെ നമ്മുടെ കാടമുട്ടയിലൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കറുപ്പ് കളറുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് കളർ ഒരു പുള്ളിയൊക്കെ അല്ലേ, അതൊക്കെ കറക്റ്റ് അപ്പോൾ തന്നെ മുകളിലേക്ക് പൊങ്ങി പോകട്ടോ. അതായത് ഈ ഒരു കളറിലുള്ള കോഴിമുട്ട രൂപത്തിൽ തന്നെ ആവും. അപ്പോൾ അതേപോലെ ഇങ്ങനെ റിയാക്ഷൻ നടന്ന് ഇതിൻ്റെ ഈ ഹാർഡായിട്ടുള്ള, അതായത് കട്ടിയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഈ തോട്, അതിങ്ങനെ അതിൻ്റെ കട്ടി കുറഞ്ഞ് ദ്രവിച്ച് ഒരു ബോൾ രൂപത്തിൽ, അതായത് ഒരു ബലൂൺ കൊണ്ട് ഒരു വെള്ളം നിറച്ച ഒരു വാട്ടർ ബലൂൺ രൂപത്തിലാവും. ഇതേപോലെ ഇതിപ്പോൾ ഇങ്ങനെ ചാടി കളിക്കുന്ന രീതി ഒരു പന്ത് പോലെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കാണുന്ന ഒരു ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ കളറിൽ ആ കാര്യങ്ങളൊക്കെ കാണാം. അതായത് നമ്മളൊരു ബലൂണിൽ ഒരു സംഭവം
എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു വക്ക ക്ലിയർ ആയിട്ട് കാണൂലല്ലോ, മങ്ങിയ രീതിയിൽ കാണൂലേ, അതേപോലെ നമ്മൾ ഈ ഒരു കോഴിമുട്ടയിൽ ആ മഞ്ഞ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനേക്കാളും കാണുന്നുണ്ട് നമ്മുടെ കാടമുട്ടയിൽ. നമ്മൾ നന്നായിട്ട് ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു വെളിച്ചത്തിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മഞ്ഞ കറക്റ്റായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്ര മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് 100% ഒരു ഗ്ലാസ് രൂപത്തിലുള്ള കണ്ണാടി പോലെ ഒരിക്കലും ആവില്ല എന്ന് പറയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആ ഒരു സംഭവം എങ്ങനെയാണ് ഒരുപാട് പേര് കണ്ടതാണല്ലോ. അപ്പോൾ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആ വീഡിയോയിലുള്ള പോലെ ആവില്ല. എന്നാലും നമുക്ക് ചെറിയൊരു റിയാക്ഷനും അതുപോലെ തന്നെ ഒരു പന്ത് രൂപത്തിൽ ഒരു ബലൂൺ പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങളും ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഒരു വിനാഗിരിയും അതുപോലെ തന്നെ ഈ ഒരു കോഴിമുട്ടി മാത്രം മതിയല്ലോ, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ അറിയിക്കുക, ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ഒരു വത്തക്കയുടെ, അതായത് ഒരു വത്തക്ക എങ്ങനെയാണ് ഒരു ബോൾ രൂപത്തിൽ പെട്ടെന്ന് എടുക്കുന്നതൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സീക്രട്ട് എന്താണെന്ന് നമ്മൾ അന്ന് തെളിയിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു എൻ്റെ സ്ക്രീനിൽ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.